ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും പല സ്വപ്നങ്ങളും പ്രതീക്ഷയും ഉണ്ടാകുമല്ലേ? ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. എന്നാൽ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിനിയായ ആ യുവതിക്ക് ദാമ്പത്യ ജീവിതമെന്നാൽ ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. അധ്യാപികയായ യുവതിയും ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഗ്ലോബൽ മാനേജറായ യുവാവും തമ്മിൽ ഏതാനും നാളുകൾക്ക് മുൻപാണ് വിവാഹം നടന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ലഹരി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തി ഈ ദൃശ്യങ്ങൾ ടെലിഗ്രാം വഴി പ്രചരിപ്പിച്ച ഭർത്താവ് ഭക്ഷണത്തിലും പാനീയങ്ങളിലും ലഹരി കലർത്തി നൽകിയെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ സംഭവത്തിൽ കൂത്താട്ടുകുളം പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും ആരോപണമുണ്ട്. കൂത്താട്ടുകുളം സ്വദേശിയായ യുവതിയാണ് ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഭക്ഷണത്തിലും പാനീയങ്ങളിലും ഭർത്താവ് ലഹരിമരുന്ന് കലർത്തി നൽകിയെന്നാണ് യുവതിയുടെ പരാതി. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ ലഹരിമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്നും യുവതി പറയുന്നു. കാഷ്വാലിറ്റിയിൽ നിന്ന് പെയിൻ കില്ലർ തന്ന് കിടത്തി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞാണ് എൻ്റെ അമ്മയൊക്കെ ഫോണിൽ വിവരങ്ങൾ, ഞാൻ ഫോണിൽ ആദ്യം വിളിച്ച് കാരണം അമ്മയായിരുന്നു. അപ്പം അമ്മ മണ്ണുത്തിൽ നിന്ന് വണ്ടി എടുത്ത് വന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്ത് നിന്ന് വന്നു. അങ്ങനെ അവരൊക്കെ ആശുപത്രിയിൽ നിന്ന് വന്നു. പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തതിന് ശേഷം അവർ മൊഴിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് മൊഴിയെടുത്തു. അങ്ങനെയാണ് അന്ന് FIR ഇട്ടിട്ടുള്ളത്. ഇത്രയും മൃഗീയമായിട്ട് അത് സ്വന്തം ഭാര്യയെ അപ്പൊ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. മുന്നേ അയാൾ ഡിവോഴ്സ് ചെയ്തതിന്റെ ഒക്കെ കാര്യം ഇതുപോലെ ആക്രമണങ്ങൾ തന്നെയായിരുന്നു മുൻ ഭാര്യമാർക്കും ഉണ്ടായത്. അയാളുടെ 3ാമത്തെ വിവാഹമാണ്. പക്ഷെ അതിനിടയിലും ഒരുപാട് പെണ്ണുങ്ങൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇതേ രീതിയിൽ അയാൾ ഒഴിവാക്കിയായിരുന്നു. അതായത് ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടായതിനു ശേഷം ഇങ്ങനെ കല്യാണം എന്നുള്ള രീതിയിൽ പെട്ടുപോയത്. മറ്റുള്ളവരെ രക്ഷപ്പെട്ടു, മറ്റുള്ള പെണ്ണുങ്ങൾക്ക്. ഭർത്താവിൽ നിന്ന് നേരിട്ട ലൈംഗിക പീഡനവും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും കൂത്താട്ടുകുളം പോലീസ് കടുത്ത വകുപ്പുകൾ ചുമത്തിയില്ല എന്നാണ് പരാതി. ജാമ്യം ലഭിക്കാവുന്ന സാധാരണ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് ലഹരിമരുന്നിന് അടിമയായിരുന്നുവെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നുമാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ നടപടിയിൽ തൃപ്തരല്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരിയും കുടുംബവും ജില്ലാ പോലീസ് മേധാവിയെയും വനിതാ കമ്മീഷനെയും സമീപിച്ചു. ഗുരുതരമായ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തി നടപടി സ്വീകരിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കേസ് കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് കൂത്താട്ടുകുളം SI പ്രിൻസി പ്രതികരിച്ചത്. പരാതിക്കാരിക്ക് വേണ്ട എല്ലാ സഹായവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും SI വ്യക്തമാക്കി. അവർ മൊഴി വായിച്ചു നോക്കി ഒപ്പിട്ടേക്കുന്നതാണ്. അവർക്കിതിന്റെ എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് വരിക, അവർക്ക് മൊഴി പറയാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എങ്ങനെ പറയുന്നു അവരുടെ രീതിയിൽ നമുക്ക് അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മൊഴി പറയാം. നമ്മൾ അതനുസരിച്ചിട്ട് അവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നത് കേട്ടോ. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.